എൻ്റെ പേര് അശ്വതി. വടകരയിലെ മണിയൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഞാനിവിടെ പ്രൈം ഡയറക്ഷനിലേക്ക് വന്നത്. ഞാനിപ്പോൾ സെപ്റ്റംബർ 30 ജോയിൻ ചെയ്തു. GMUP കക്കാട് അവിടെയാണ് ജോയിൻ ചെയ്തത്. എന്താണ് PSC, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണമെന്ന് പ്രൈം ഡയറക്ഷനിൽ വന്നതിന് ശേഷമാണ് എനിക്ക് സാധിച്ചത്. മത്സര പരീക്ഷകളുടെ വിജയത്തിൽ കഠിനാധ്വാനത്തിനുള്ള സ്ഥാനം എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ കഠിനമായ അധ്വാനത്തെ ആസ്വാദ്യകരമാക്കി മാറ്റുക എന്നുള്ള വളരെ നല്ലൊരു ടെക്നോളജിയാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത്. ആസ്വാദ്യകരമായ രീതിയിൽ കഠിനാധ്വാനത്തിന് ചിട്ടപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഞങ്ങൾ വിന്നിംഗ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിന്നിംഗ് സ്ട്രാറ്റജിയിലേക്ക് വരുമ്പോഴാണ് നമ്മളുടെ പ്രൈം ഡയറക്ഷനിലേക്ക് എത്തുന്നത്. ഷജിൽ സാറിൻ്റെ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്താണെന്ന് ഒന്നും അറിയില്ല, PSC കുറിച്ച് ഒന്നും അറിയില്ല, എങ്ങനെയാണ് കുറേ എന്തൊക്കെയോ പഠിക്കും. അപ്പോൾ സാറ് ചോദിച്ചു, പിന്നെ നമ്മുടെ ജോലി എന്താവണം എന്നാണ് ആഗ്രഹം എന്ന് വെച്ചു. അപ്പോൾ ഞാൻ എനിക്കൊരു ടീച്ചർ ആവണം എന്നാണ് ആഗ്രഹം. സാമ്പത്തികമായിട്ട് അത്ര വലിയ നല്ല രീതിയിലൊന്നല്ല പോയിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പൈസ കൊടുത്തിട്ട് ഒരു സ്കൂളിലേക്ക് കയറാമെന്നുള്ള ഒരാഗ്രഹം എൻ്റെ മനസ്സിൽ ആദ്യമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാറ് ചോദിച്ചു, ജോലി ആഗ്രഹമാണോ അല്ലെങ്കിൽ ആവശ്യമാണോ എന്ന് വെച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോഴാണ് സാറോട് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ആഗ്രഹമാണെന്ന്. അപ്പോൾ സാറ് ചോദിച്ചു, നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുമോ, നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കും? അപ്പോൾ ഞാനൊന്ന് പതറിപ്പോയി. അപ്പോൾ പറഞ്ഞു, ആവശ്യമാണ് വേണ്ടതെന്ന്. അപ്പോൾ സാറെ ആ വാക്ക് മുറുകെ പിടിച്ച് ഞാൻ യാത്ര ചെയ്തു. ഇവിടം വരെ എത്തി. എൻ്റെ റാങ്ക് LPSTയിൽ മലപ്പുറം ജില്ലയിൽ 305 റാങ്കായിരുന്നു. പ്രൈം ഡയറക്ഷനിൽ വരുന്നതിന് മുമ്പേ ഞാൻ വേറൊരു കോച്ചിങ് സെൻറ്ററിൽ പോയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ ഓരോ സബ്ജക്റ്റ് ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസിനെ നമ്മൾ ആദ്യം കാണും, പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ വേറെ ആളാണ് വരിക. അപ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു ക്ലാസ്. എല്ലാ പോർഷൻസും കൃത്യമായിട്ട് എന്താ ചെയ്യുക, ക്ലാസ്സും തരും. ആ പോർഷൻസിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്ത് തന്ന് പിന്നെ തുടരെ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം നടത്തി. അങ്ങനെ ആദ്യമൊക്കെ എക്സാമിനൊക്കെ എനിക്ക് വളരെ ഒരു 40 താഴെയൊക്കെ ആയിരുന്നു. പിന്നെ LPSTൻ്റെ എക്സാം ഈ കോവിഡ് സമയത്ത് പോലും നമ്മളെ ഒരിക്കലും കൈവിട്ടില്ല. ഒരു മാക്സിമം ഞാനൊരു 500ൻ്റെ താഴെയൊക്കെ 500ഓളം എക്സാമൊക്കെ ഞാൻ എഴുതിയിരുന്നു. അങ്ങനെ അവരെ സിസ്റ്റമാറ്റിക്കുള്ള പഠന രീതി കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ എത്തിയത്. പിന്നെ നമ്മളെന്താ എക്സാമിൻ്റെ ടൈമിൽ നമ്മളെങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തത്, നമ്മളൊരു മെൻറ്റാലിറ്റിയും കൂടി അവിടെ വരും. പക്ഷേ എന്തൊക്കെയായാലും ഇവിടുത്തെ ഒരു സിസ്റ്റമാറ്റിക് പഠന രീതി കൊണ്ട് മാത്രമാണ് ഇവിടം വരെ എത്താൻ സാധിച്ചത്. നിങ്ങളുടെ പ്രൈം ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം നേടിയെടുക്കുവാൻ ഒരുപാടുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പരാജയങ്ങൾ ആഘോഷിക്കപ്പെടുന്ന സമൂഹത്തിനിടയിൽ വിജയം കാണിച്ചു കൊടുക്കാൻ, ഇതെൻ്റെ വിജയമാണെന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു അവസരം നിങ്ങളെല്ലാവരും അർഹിക്കുന്നു. അതിന് അധ്വാനം ആസ്വദിച്ചേ പറ്റൂ. ആസ്വദിക്കുന്നത് പ്രൈം ഡയറക്ഷനിലാവട്ടെ. നിങ്ങൾ ജോലിയാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ജോലിയാണ് നിങ്ങളുടെ ആവശ്യം, ജോലിക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ പ്രൈം ഡയറക്ഷനിലേക്ക് പോവുക.